നമസ്കാരം. ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ വല്ലാതെ പരീക്ഷിക്കുമല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചില പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി കൂടി വന്നാലോ, അത് താങ്ങാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകളിൽ നിന്നും നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു കിടിലൻ സേഫ്റ്റി നെറ്റിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരൊറ്റ നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അത് നാളെ പെട്ടെന്നങ്ങ് നിന്നാൽ എന്തു ചെയ്യും? വീട്ടുവാടക കൊടുക്കണം, ലോണിന്റെ EMI അടയ്ക്കണം, പിന്നെ വീട്ടിലെ ചെലവുകൾ, ഇതൊക്കെ എങ്ങനെ നടക്കും? സത്യം പറഞ്ഞാൽ ഇതൊന്ന് ആലോചിക്കുന്നത് തന്നെ ഒരു പേടിയാണ്, അല്ലേ? പക്ഷെ പേടിക്കണ്ട, ഇതിനൊരു പരിഹാരമുണ്ട്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേടിപ്പെടുത്തുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് എമർജൻസി ഫണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിലെ എന്ത് കൊടുങ്കാറ്റ് വന്നാലും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ആണിക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ് ഈ എമർജൻസി ഫണ്ട്? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ജോലി പോവുകയോ അല്ലെങ്കിൽ വരുമാനം വരുന്ന വഴി പെട്ടെന്ന് അടയുകയോ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കരുതി വയ്ക്കുന്ന പണമാണിത്. ഒരു കാര്യം ഓർക്കണം, ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ലാഭമുണ്ടാക്കാനല്ല. ഇത് ശരിക്കും ഒരു ലൈഫ് ജാക്കറ്റ് പോലെയാണ്, സാമ്പത്തികമായി മുങ്ങിത്താഴാതെ നമ്മളെ പൊക്കി നിർത്തുന്ന ഒന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായും രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ടാവും. ഒന്ന്, എത്ര രൂപ വേണം ഈ എമർജൻസി ഫണ്ടിൽ? രണ്ട്, ഇത്രയും പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ശരിയല്ലേ? നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. പൊതുവെ പറയുന്നൊരു കണക്കുണ്ട്, അതായത് നിങ്ങളുടെ 3 മുതൽ 6 മാസം വരെയുള്ള ചെലവുകൾക്ക് വേണ്ട തുക. പക്ഷെ ശ്രദ്ധിക്കണം, എല്ലാ ചെലവുകളുമല്ല, ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകൾ മാത്രം. അതായത് വീട്ടുവാടക, ഭക്ഷണത്തിനുള്ള കാശ്, ലോൺ EMI, കറണ്ട് ബില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സിനിമ കാണുന്നതോ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതോ ഇതിൽ കൂട്ടരുത്. അപ്പോൾ ഈ കണക്ക് കേൾക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ടാവും, അല്ലേ? അയ്യോ, ഇത്രയും വലിയൊരു തുകയോ, ഇതെങ്ങനെ ഒപ്പിക്കും എന്നൊക്കെ. ശരിയാണ്, ഒറ്റയടിക്ക് ഇത്രയും പണം മാറ്റിവെക്കുക എന്നത് മിക്കവാറും ആരെക്കൊണ്ടും പറ്റില്ല. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതിനും വഴിയുണ്ട്. നോക്കൂ, ആ വലിയ തുകയെക്കുറിച്ച് ആലോചിച്ച് തുടക്കത്തിലെ പേടിച്ച് പിന്മാറരുത്. ഇതിന്റെ സീക്രട്ട് വളരെ സിമ്പിളാണ്. ഓരോ മാസവും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയ തുക, അത് എത്ര ചെറുതാണെങ്കിലും വേണ്ട, സ്ഥിരമായി ഇതിനു വേണ്ടി മാറ്റിവെച്ച് തുടങ്ങുക. ഇവിടെ ഏറ്റവും പ്രധാനം ആ സ്ഥിരതയാണ്, അല്ലാതെ തുകയുടെ വലിപ്പമല്ല. 6 മാസം എന്നത് ഒരു വലിയ ലക്ഷ്യമായി തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്കതിനെ ഒന്ന് ചെറുതാക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ 3 മാസത്തെ ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകൾ എത്രയാണെന്നൊന്ന് കൃത്യമായി കണക്കുകൂട്ടുക. എന്നിട്ട് ആ കിട്ടുന്ന തുകയെ നിങ്ങളുടെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റുക. വേറെ എന്ത് ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മുൻപ് ഈ 3 മാസത്തെ ഫണ്ട് ഉണ്ടാക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഈയൊരു ടാർഗറ്റ് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രാക്കിലായി. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയിലേക്കുള്ള ശരിയായ വഴിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. ശരി, അപ്പോൾ പണം എങ്ങനെ ഉണ്ടാക്കി തുടങ്ങണം എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്, ഈ പൈസ എവിടെ സൂക്ഷിക്കും? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറും പൈസയല്ല, നമ്മുടെ സേഫ്റ്റി ഷീൽഡാണ്. ഈ ഫണ്ട് സൂക്ഷിക്കുന്ന സ്ഥലത്തിന് രണ്ട് കാര്യങ്ങൾ ഉറപ്പായും വേണം. ഒന്ന്, പണം 100% സേഫ് ആയിരിക്കണം. 2, നമുക്കെപ്പോൾ വേണോ അപ്പോൾ പോയി എടുക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടുകൾ പോലുള്ളവയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഒരു കാരണവശാലും സ്റ്റോക്ക് മാർക്കറ്റ് പോലെ റിസ്ക്കുള്ള ഇടങ്ങളിലോ അല്ലെങ്കിൽ PPF പോലെ പണം പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത പദ്ധതികളിലോ ഈ പണം കൊണ്ടുപോയി ഇടരുത്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസമെന്ന് ചോദിച്ചാൽ പോയിന്റ് ഇത്രയുള്ളൂ. എമർജൻസി ഫണ്ടിന്റെ ലക്ഷ്യം കൂടുതൽ പണമുണ്ടാക്കുക എന്നുള്ളതല്ല. അതിന്റെ ലക്ഷ്യം ഒന്നേയുള്ളൂ, നമുക്ക് ആവശ്യം വരുമ്പോൾ ഒരു നഷ്ടവുമില്ലാതെ ആ പണം കയ്യിൽ കിട്ടണം. നിങ്ങൾ കൂടുതൽ ലാഭം നോക്കി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടു എന്ന് വെക്കുക. നിങ്ങൾക്ക് പണം ആവശ്യമുള്ളപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞാൽ എന്തു ചെയ്യും? പണം നഷ്ടത്തിലാകും. അപ്പോൾ പിന്നെ ആ ഫണ്ട് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താലും ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു നിയമം, അത് പാലിച്ചില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാകും. അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു റൂളാണിത്. ഓർക്കുക, ഒരൊറ്റ നിയമമേ ഉള്ളൂ, പക്ഷെ അതാണ് ഏറ്റവും നിർണായകം. ഇതാണ് ആ നിയമം. ഒരു കാരണവശാലും ഈ പണം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കരുത്. പുതിയ ഫോൺ വാങ്ങാനോ ഒരു ട്രിപ്പ് പോകാനോ ഒന്നിനും ഈ പണം തൊടാൻ പാടില്ല. ഇത് എന്തിനു വേണ്ടിയുള്ളതാണോ, അതായത് ജോലി നഷ്ടപ്പെടുക, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരിക, അങ്ങനെയുള്ള യഥാർത്ഥ എമർജൻസികൾക്ക് വേണ്ടി മാത്രം. ഈ ഒരു അച്ചടക്കം നിർബന്ധമാണ്. തുടക്കത്തിലൊക്കെ ഈ റൂള് പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കയ്യിൽ പണമിരിക്കുമ്പോൾ ചിലവാക്കാൻ തോന്നും. പക്ഷേ പതിയെ പതിയെ അതൊരു ശീലമായിക്കോളും. നിങ്ങൾ ഈ പണം ഒരു FDയിലോ മറ്റോ ഇട്ടാൽ അതിന്ന് കിട്ടുന്ന ചെറിയ പലിശ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷം തോന്നും. അത് ഈ ഫണ്ട് തുടർന്ന് കൊണ്ടുപോകാനും കുറച്ചുകൂടി വലുതാക്കാനുമുള്ള ഒരു മോട്ടിവേഷനായി മാറും. അപ്പോൾ അച്ചടക്കത്തിന് ഉറപ്പായും ഒരു റിവാർഡുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ
നമുക്ക് ഈ 3 സിമ്പിൾ സ്റ്റെപ്പുകളായിട്ട് ഓർത്തുവയ്ക്കാം. സ്റ്റെപ്പ് 1 ചെറുതായി തുടങ്ങുക. സ്റ്റെപ്പ് 2 സ്ഥിരതയോടെ മുന്നോട്ടു പോകുക. സ്റ്റെപ്പ് 3 അച്ചടക്കം പാലിക്കുക. ഇത് 3 ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നത് യഥാർത്ഥ മനസ്സമാധാനമായിരിക്കും. അപ്പോ നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കാതെ അതിനെ ധൈര്യമായി നേരിടാൻ വേണ്ടി ഇന്നൊരു ചെറിയ സ്റ്റെപ്പ് വെച്ചാലോ? നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനു വേണ്ടി നിങ്ങൾക്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നായിരിക്കാം ഇത്. ഒരുപാട് ആലോചിക്കേണ്ട, ഇന്ന് തന്നെ ആ ആദ്യത്തെ ചെറിയ തുക മാറ്റിവെച്ച് തുടങ്ങിക്കോളൂ.